നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ പിന്നിലിരുന്ന് ബൈക്കിൽ പോകണമെന്നും അച്ഛന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും അച്ഛന്റെ മടിയിൽ തലചാച്ചി ഉറങ്ങണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചു. അല്ല അപ്പൊ ഞാനോ? അച്ഛനെ വിളിച്ചാലും വരില്ലല്ലോ, വയ്യാന്നല്ലേ പറയൂ. ആ അതും ശരിയാ, അച്ഛന് വയ്യല്ലോ. ആ പിന്നെയും പറയുന്നു. വിഷ്ണു, എന്നാ നാളെ പപ്പയും കൊണ്ട് നമുക്ക് പോവാം. രോഹിത്തെ, നിനക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എങ്കിൽ രാവിലെ തന്നെ റെഡി ആയിക്കൊള്ളണം. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കുട്ടികളായിട്ട് കൊണ്ടുവരുമ്പോ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? അച്ഛാ ഒന്ന് ഉത്സാഹിച്ച ഞങ്ങളോട് വരാൻ പറ്റുമല്ലോ. മക്കൾ നാളെ പോയിട്ട് അവാർഡൊക്കെ വാങ്ങിച്ചോണ്ട് വാ. മോൾ അവാർഡ് പഠിക്കുന്ന കാണണമെന്നൊക്കെ അച്ഛന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനാ മക്കളെ വെറുതെ? പിന്നെ പോയിട്ട് വന്നിട്ടേ അച്ഛനോട് ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞാ മതി. അല്ല, മക്കളെ ഭക്ഷണം കഴിക്കുന്നില്ലേ? വിശപ്പില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് അമ്മയോടൊപ്പം കഴിച്ചോളാം. ഓ, ഇപ്പോഴെങ്കിലും അമ്മയെ ഓർത്തല്ലോ അവാർഡുകാരി. അപ്പൊ പപ്പി, വിഷ്ണുച്ചൻ പറഞ്ഞ സമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട. 2 പേർക്കും ഉണ്ട്. സത്യക്കും ഉണ്ട്. താങ്ക് യു വിഷ്ണുച്ച. ഞാൻ ഇപ്പൊ വരാവേ. അവളൊരു ഉത്സാഹം കണ്ടോ? കുട്ടികളായ ഇങ്ങനെ തന്നെ വേണം. രണ്ടുപേർക്കോ? സത്യക്കെന്തിനാ ഇവ വാങ്ങിച്ചു കൊടുക്കുന്നത്? എങ്കിലതൊന്ന് കാണുക തന്നെ വേണമല്ലോ. നാഷണൽ ടാലന്റിന്റെ അവാർഡ് വാങ്ങാൻ എന്റെ അച്ഛൻ വരും. എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. ഹലോ. ആ ചേച്ചിയമ്മേ. ആ പപ്പി, മോളെ പറ. നാളെ അവാർഡ് വാങ്ങാൻ അവളുടെ അച്ഛൻ വരണമെന്ന് വാശി പിടിച്ചിരിക്കുക സത്യ. ജോലി തിരക്കായിരിക്കും, വിളിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ സത്യ സമ്മതിക്കുന്നില്ല. നമുക്കിപ്പോ അതിനെന്താ മോളെ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ചെയ്യണം ചേച്ചിയമ്മേ, ഇല്ലെങ്കിൽ സത്യ ആകെ തകർന്നു പോവും. അച്ഛൻ വന്നില്ലെങ്കിൽ അത് അവള് നാളെ ഭക്ഷണം പോലും കഴിക്കില്ലെന്നാ പറയുന്നേ. മോളെ പപ്പി, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ഒരു സങ്കടം തീർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഒരു നുണയ്ക്ക് നമ്മളിപ്പോ 100 നുണ പറയേണ്ട അവസ്ഥ വന്നിരിക്കുക. എന്നാലും പ്രശ്നങ്ങൾ തീരുന്നുമില്ല. സത്യ എന്നെ വിളിച്ചിരുന്നു. നാളെ അച്ഛൻ വരുമെന്ന് എനിക്ക് ഉറപ്പ് കൊടുക്കേണ്ടിയും വന്നു. എന്താ ചേച്ചിയമ്മ ചെയ്യാ? നാളെയല്ലേ, നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. പപ്പി ആദാ വരുന്നു. ഓക്കെ ചേച്ചിയമ്മ, അമ്മ വിളിക്കുന്നു. അപ്പൊ നാളെ എല്ലാം സെറ്റ് ആക്കണേ. അപ്പോഴേ അവാർഡ് വാങ്ങിക്കാൻ ശാരദാമ്മയെ കൂടെ കൊണ്ടുപോവോ? അതെന്താ? സത്യമോൾ അവാർഡ് വാങ്ങിക്കുന്നത് അമ്മയെ മാത്രമേ കാണിക്കൂ? അമ്മയും വരുന്നില്ല. പിന്നെങ്ങനെ അവാർഡ് വാങ്ങിക്കും? രക്ഷകർത്താക്കൾ കൂടെ വേണോന്നല്ലേ അച്ഛൻ പറഞ്ഞേക്കുന്നത്? മോളുടെ രക്ഷകർത്താക്കള് ഞങ്ങളല്ലേ. ഞങ്ങളില്ലാതെ മോൾ എങ്ങനെ ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കും? എന്റെ കൂടെ എന്റെ അച്ഛൻ വരും. അച്ഛനോ? അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അച്ഛൻ വന്ന് അവാർഡ് വാങ്ങിക്കാൻ എനിക്ക് വാക്ക് തന്നിരിക്കുക. ആദ്യം
വരാനും സമ്മതിച്ചില്ല. ഞാൻ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ വരാനും സമ്മതിച്ചു. മോൾ എന്തിനാ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അച്ഛൻ വെറുതെ ജോലിയൊക്കെ കളഞ്ഞു വരണ്ടേ? അച്ഛൻ അങ്ങനെ എന്റെ കാര്യങ്ങൾക്കൊന്നും വരുന്നില്ലല്ലോ ശാരദാമ്മേ. ഇതിനെങ്കിലും വരട്ടെ. എനിക്ക് അങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യാലോ. ശരിയാണ്, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ സത്യമോളോട് കാണിക്കുന്നത് ചതി തന്നെയാ. അവളിപ്പോ തിരിച്ചറിവായ കുട്ടിയാ. അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം അവൾക്കുണ്ടാവും. അത് സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാ. ഈശ്വര, നാളെ അച്ഛൻ വരുമെന്നുള്ള ഉറപ്പില സത്യമോളിരിക്കുന്ന. ആ മുഖത്തെ സന്തോഷവും അതിന്റെ തെളിവ് തന്നെയാ. നാളെ അച്ഛൻ വരില്ലെന്നറിയുമ്പോ ഇവള് തകർന്നു പോവും. എന്താ ഇതിനൊരു മാർഗം? ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ. ആ ദാ മോളിത് കഴിച്ചേ. എന്താ അമ്മ ആലോചിക്കുന്നത്? അതെ, സത്യമോളുടെ അച്ഛനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ എന്നോട് മോളെ കൊണ്ടുപോയി അവാർഡ് വാങ്ങിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാന്ന്. അപ്പ അച്ഛൻ വരില്ലേ? അതച്ഛന് എന്തോ ജോലി തിരക്കുണ്ടെന്ന്. ശരി, എങ്കിൽ ഞാനും പോകുന്നില്ല. അയ്യോ, അപ്പൊ പിന്നെ അവാർഡ് വാങ്ങിക്കണ്ടേ? വേണ്ട, ഞാൻ ഇനി ക്ലാസ്സിലേക്ക് പോകില്ല. മോളെ, സത്യ വെറുതെ വാശി പിടിക്കരുത്. അച്ഛന് ജോലി തിരക്കുണ്ടായിട്ടല്ലേ വരാൻ പറ്റാത്തത്. അതുകൊണ്ടല്ലേ അമ്മ വരാന്ന് പറഞ്ഞത്. ഞാൻ പോകില്ലെന്ന് പറഞ്ഞ പോകില്ല. ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും കൊണ്ട് ചെല്ലാമെന്ന്. അച്ഛൻ വന്നില്ലെങ്കിൽ പിന്നെ കള്ളമാണെന്നല്ലേ അവര് വിചാരിക്കൂ. ആ മോളെ, അതെ, നമുക്കേ വേറൊരു ദിവസം അച്ഛനെ കൊണ്ടുപോയാലോ? എന്തിനാ മറ്റൊരു ദിവസം ആക്കുന്നത്? നാളെ പോകാലോ. അച്ഛൻ എന്നോട് വരാന്ന് പറഞ്ഞല്ലേ. അമ്മേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയമ്മേ. അച്ഛന്റെ പിന്നിലിരുന്ന് ബൈക്കിൽ പോണോന്നും അച്ഛന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും അച്ഛന്റെ മടിയിൽ തലചാച്ച് ഉറങ്ങണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചു. ഇനി അച്ഛൻ വരുന്നില്ലെന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ശരി, മോള് ഭക്ഷണം കഴിക്ക്. അച്ഛനുമായിട്ട് അമ്മയൊന്നും സംസാരിക്കട്ടെ. ആ മോൾ ഇങ്ങോട്ട് ഇരുന്നേ, ഇതങ്ങോട്ട് കഴിച്ചേ. അച്ഛൻ വരുമോ? നമുക്ക് നോക്കാം. അമ്മ സംസാരിക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.